വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്കിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി തൈലം ലഭിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം, ഉടമ്പടി തൈലത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഉപയോഗവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് മോർണിംഗ് 5:30 രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. ഈ തൈലം ഉപയോഗിച്ചുകൊണ്ട് നെറ്റിയിൽ എല്ലാ ദിവസവും രാവിലെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. അപ്പോൾ കുരിശ് വരയ്ക്കുന്നതിന് മുൻപ് ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി വിശ്വാസത്തോടു കൂടി വേണം ഈ കുരിശ് നെറ്റിയിൽ വരയ്ക്കാൻ. ഒത്തിരി അഭിഷേകമുള്ള ഒരു ഓയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്യാൻ. ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ഓയിലാണിത്. അപ്പോൾ അത്രത്തോളം ഭക്തിയിൽ വേണം നമ്മൾ ആ ഓയിൽ ഉപയോഗിക്കാൻ. ആ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും കൂടി വേണം ആ ഓയിൽ അപ്ലൈ ചെയ്യാൻ. സങ്കീർത്തനം 92 അധ്യായം 10 വാക്യം 11 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു, എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു. എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. ഈ തൈലത്തിൻ്റെ ഒരു അഭിഷിക്തം, ഈ ഒരു പ്രിൻസിപ്പിളാണ് ഈ തൈലത്തിന് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ തൈലം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചിക ബന്ധനങ്ങളോ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉള്ളത് എല്ലാം മാറ്റി നമുക്ക് ഇപ്പം എന്തെങ്കിലും ശത്രുക്കളോ എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ഒരു പതനം, അത് മാനുഷികമാകാം അല്ലെങ്കിൽ പൈശാചികമാകാം. അപ്പം നമുക്ക് വരുന്ന ഇങ്ങനെ നെഗറ്റീവായിട്ട് വരുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കളുടെ പതനം കേൾക്കാൻ നമുക്ക് ഇടവരുത്തും. അതുപോലെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ദുഷ്ടരുടെ ദുരന്തം നമ്മുടെ ചെവികൾക്ക് കേൾക്കാനുള്ള ഒരു അവസരം ലഭിക്കും. അത്രയും പവറുണ്ട് ഈ ഓയിൽ. ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയെ ദുഷ്ടരിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരാൾക്കും ആക്രമിക്കാൻ കഴിയാത്ത വിധം ഒരു പ്രൊട്ടക്ഷൻ വലയത്തിലായിരിക്കും ആ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യുന്ന ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കുക. കർത്താവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും ഈ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യുന്ന ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. അത്രയും ഒരു കരുതൽ, ആ ഒരു വിശ്വാസത്തോടും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് വരുന്ന ആ ഒരു പവറുണ്ട് ഈ ഓയിലിന്. അത്രയും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി വേണം ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലണം.
അതുപോലെ ഈ ഓയിൽ നമുക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരിലോ അപ്ലൈ ചെയ്യാം. നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സിക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപും ഈ വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ പിതാവും 7 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഹെഡേക്ക് അല്ലെങ്കിൽ ലെഗ് പെയിൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ട് നമുക്ക് ശാരീരികമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഓയിൽ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും എൻ്റെ മാതാവ് എനിക്കത് സുഖപ്പെടുത്തി തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ആ ഓയിൽ പ്രാർത്ഥനയോടുകൂടി അപ്ലൈ ചെയ്യുക. തലവേദനയാണെങ്കിൽ നെറ്റിയിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുക. മാതാവ് ആ വേദന എടുത്ത് മാറ്റിത്തരും. ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ആ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കും. ഈ ഓയിൽ വിശ്വാസത്തോടു കൂടി അപ്ലൈ ചെയ്തപ്പോൾ ഒത്തിരി രോഗാവസ്ഥയിൽ കിടക്കയിലായിരുന്ന ഒത്തിരി രോഗികളിൽ വിശ്വാസത്തോടു കൂടി ഈ ഓയിൽ അപ്ലൈ ചെയ്ത് അവർ സുഖം പ്രാപിച്ച ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് അത് കാണാൻ സാധിക്കും. റോമ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഒരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രമാണത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം വേണം ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രാർത്ഥനയല്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മുടെ യേശു കർത്താവ് അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നും അതുപോലെ യേശു കർത്താവാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയുമാണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അപ്പം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നമ്മൾ മനസ്സിൽ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ചൊല്ലി അങ്ങനെ പോകാതെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വിശ്വാസ പ്രമാണത്തിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥനയോടുകൂടി വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം വേണം ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഈ ഓയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒലിവ് ഓയിൽ, കൃപാസനത്തിൻ്റെ ആ ഉടമ്പടി തൈലം ഒത്തിരി പവറുള്ള ഒരു ഓയിലാണ്. അപ്പം നമ്മൾ ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈശോയുടെ ആ ശക്തിയായിട്ട് ഇത് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ആ ഈശോയുടെ ഒരു ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അത്രത്തോളം പവറുണ്ട് ഈ ഓയിലിന്. ഈ ഓരോ കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നേർച്ച വസ്തുക്കൾക്കും അതിൻ്റേതായ അനുഭവങ്ങളും അതിൻ്റേതായ സാന്നിധ്യങ്ങളുമുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു പവറാണുള്ളത്. ഈ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൻ്റേതായി പ്രതിഷ്ഠിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റേതായി പ്രതിഷ്ഠിക്കപ്പെട്ട നമ്മൾ ആ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. ഈ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ നേർച്ച വസ്തുക്കളും അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളാണ്. വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഓരോ നേർച്ച വസ്തുവും ഉപയോഗിക്കാൻ. ഈ ഉടമ്പടി തൈലം നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് പ്രയറിന് ശേഷം അപ്ലൈ ചെയ്യുമ്പം ആ ഒരു പുതിയ തൈലത്താൽ നമ്മൾ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു. നമ്മുടെ ആ ഒരു ദിവസത്തെ ഒരു അനുഗ്രഹമായി മാറുന്നു. ദൈവം പ്രത്യേകമായി നമ്മളെ അനുഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മേഖലകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും ദൈവത്തിൻ്റെ ആ അനുഗ്രഹവും ഒരു കൃപാകടാക്ഷവും നമുക്ക് ലഭിക്കുന്നു. ദൈവിക ചൈതന്യമാണ് നമ്മളിലേക്ക് ഈ ഉടമ്പടി തൈലം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഓരോ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ തന്നെ ചെയ്യുമ്പോൾ ആ അന്നത്തെ ദിവസം മൊത്തം ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആക്കി ദൈവം മാറ്റുന്നു. അതാണ് എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്.
എല്ലാവരും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക, ആ ഓരോ നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.